മച്ചന്മാരെ കൽക്കരി വണ്ടി. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. എൻ്റെ പൊന്നോ കിടക്കണ നോക്കി അറ്റം വരെ നല്ല ഭംഗി കാണാൻ വേണ്ടി. ഹലോ ഗൈസ്, നമ്മൾ നാളെ ജർമ്മനിയിൽ നിന്ന് ഒരു റോഡ് ട്രിപ്പ് പോണേന്ന്. എന്താ ഹാലിഡേസ് നോക്കി. അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് നമുക്ക് ടയർ മാറ്റണം. കാരണം ഞാനിപ്പോൾ ഓടിച്ചു നടക്കുന്നത് വിൻഡർ ടയർ ഇട്ടിട്ടാം. പിന്നെ വണ്ടി ഒന്ന് കുളിപ്പിക്കണം. വണ്ടി ആകെ അലങ്കൂലോട്ട് കിടക്കും. വണ്ടിയുടെ കോലം നോക്കി ഇതാണ് സ്ട്രീറ്റിലിട്ടുള്ള കുഴപ്പമില്ല. നിറച്ച് ഈ ചെടിയുടെ സാധനങ്ങളൊക്കെ വന്ന് വണ്ടിയുടെ മേത്ത് വീഴും. അപ്പോൾ നമുക്ക് ഇവനൊന്ന് കുളിപ്പിച്ചെടുക്കണം. അത് മാത്രമല്ല ടയർ മാറ്റണം. ഇതുണ്ടോ ഇവിടെ ജർമ്മനിയിൽ ഈ വിൻഡർ ടയർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചിട്ടോ. ഇവിടെ അതന്നെ ഈ സാധനം കണ്ട, ഇത് വിൻഡർ ടയറിനെ ഡിനോട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ ടയർ മാറ്റിയിട്ട് നമ്മളിത് അകത്ത് ടയർ വെച്ചിട്ടുണ്ട്. ഇന്നലെ അവിടെ നിന്ന് ടയറൊക്കെ കയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ കൊണ്ടിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് മാറ്റട്ടെ. ഗൈസ് ടയർ മാറ്റി 50 euro ടയർ മാറ്റാൻ. നാട്ടിലെ 5000 സംതിങ് രൂപ പിന്നെ ടയറിന് സമ്മർ ടയറിലേക്ക് മാറാൻ വേണ്ടി 5500 അടുപ്പിച്ച് വരും. അതെ. ഇനി അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാറ്റി വേണ്ടി ടയറില്ലേ, അതുകൊണ്ട് രണ്ടാമത് എൻ്റെ വീട്ടിലെ കലണ്ടറിൽ നോക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ ടയർ മാറ്റാൻ ഭയങ്കര ചടങ്ങ് പരിപാടിയാണ് ഇവിടെ, പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലത്ത്. മച്ചന്മാർ ഇവിടെ നമുക്ക് അപ്പാർട്ട്മെന്റിന്റെ പുറത്തിട്ടൊന്നും വണ്ടി കഴുകാൻ പാടില്ല. ഇങ്ങനെയുള്ള സർവീസ് സെന്ററിൽ തന്നെ വേണം വണ്ടി കഴുകാൻ. കാരണം ഇവിടെ സോയിൽ പൊല്യൂട്ട് ആവണമെന്നാണ് അവർ പറയണം. അപ്പോൾ സോയിൽ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള സർവീസ് സെന്ററിൽ മാത്രമേ വണ്ടി കഴുകാൻ പാടുള്ളൂ. ഇതേണ്ട മരം നല്ല അടിച്ച് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും. ഇനി എല്ലാം മെഷീൻ ചെയ്തോളും. കണ്ട നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി കാറിനെ മൂവായിട്ട് എല്ലാം നല്ല ക്ലീൻ ചെയ്ത് പുറത്തേക്ക് വരും. മച്ചാമാരെ കാർ നമ്മളെ സുന്ദർ കുട്ടപ്പനാക്കി കഴിയിട്ടുണ്ട്. കേട്ടോ നല്ല സെറ്റാക്കി. ഇന്നലേക്ക് ഇവിടെ നിറച്ച് ആൾക്കാരുന്നു. ഫുള്ള് നമ്മൾ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ടാറ്റാ. നമ്മൾ പോകുന്ന വഴിക്ക് റെസ്റ്റ് എടുക്കാൻ നിർത്തിയാണ്. ബാക്കിൽ നോക്കി കുതിര നോക്കൂ. കുതിര കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചുതരാം. സൂം ചെയ്ത് കാണിച്ചുതരാം. സൂമിങ്. 2 കുതിരയുണ്ട്. ഒരു കുതിര അപ്പുറത്തും ഒരു കുതിര ഇവിടെ ഇരുന്ന് തിന്നുണ്ട് ആ മരത്തിന്റെ ബാക്കിൽ നിന്നിട്ട്. ഇത് കിടക്കണം നമ്മുടെ കാർ കിടക്കുന്നത് ഒരു വില്ലേജ് കൺട്രി സൈഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ. ഒരു 50 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തും. ഇതൊരു കുതിര ഫാമാണ് കേട്ടോ. ഇവിടെ വീഡിയോ ഒക്കെ പറ്റുന്നതാവും. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മറ്റേ കൽക്കരി ട്രെയിൻ എടുക്കും. കൽക്കരി ട്രെയിനിലാണ് നമ്മുടെ യാത്ര. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. വാ ഞാനേ ട്രെയിൻ കാണിച്ചിട്ടാ. ഇതാണ് മച്ചാമാർ നമ്മുടെ കൽക്കരി ട്രെയിൻ. നോക്കിയേ സാധനം നൈസ് അല്ലേ? കൽക്കരി വെച്ചിട്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഇത് ഇവിടെ കണ്ട ഈ പാളത്തൊക്കെ നിറച്ച് ആ കൽക്കരിയുടെ സാധനം ഉണ്ട്. നല്ല മണവുമുണ്ട് ഇവിടെ ഓയിലിൻ്റെ. ഇവിടെ കുറേ കൽക്കരി ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം, ഇത് 2 ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ ബാക്കിൽ ഒരെണ്ണം കിടപ്പുണ്ട്. അങ്ങനെ 3 ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഈ കിടക്കുന്ന ട്രെയിനില്ലേ, ഈ ട്രെയിനിൻ്റെ എഞ്ചിൻ നോക്കി. എഞ്ചിൻ അവിടെ നിന്ന് ഓടി വന്നിട്ടുള്ളൂ. ഈ എഞ്ചിന് ഇനി പിടിക്കും. എന്നിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏയ് നൈസ്, അടിപൊളി. ആ മലയാളി. എഞ്ചിൻ നോക്കി. ഈ ട്രെയിനിലൊന്ന് ഇപ്പോൾ പിടിപ്പിക്കും. നോക്കട്ടെ എന്താവുമെന്ന്. ഇതാണ് ഡ്രൈവർ സ്പൾബർ. ഓ കരിയൊക്കെ പോണോക്കി. എൻ്റെ മോനെ. എൻ്റെ മോനോ എഞ്ചിൻ റൂം നോക്കി. എന്ത് സീനാണ് നോക്കിയേ. അടിപൊളി. തകർത്ത്. ചേട്ടാ എഞ്ചിൻ റൂം നോക്കി. എൻ്റെ മോനെ അടിപൊളി എക്സ്പീരിയൻസ് ചേട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അവൻ്റെ തുടച്ച് ക്ലീൻ ആക്കണ സുന്ദർ കുട്ടപ്പനാക്കണാണ്. കുമാരൻ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടൊരു സാധനം. അപ്പോൾ തന്നെ വണ്ടി കയറാൻ പോണേന്. വണ്ടിയല്ല ട്രെയിനിൽ കയറാൻ പോണേന്. എന്നിട്ട് ബാക്കി കാണിച്ചിട്ടാ. ഓക്കെ മച്ചമാരിതാണ്ട. ഇതാണ് എൻ്റെ ടിക്കറ്റ്. 18 euro ഒരാൾക്കുള്ള ടിക്കറ്റ്. ഈ ട്രെയിനിൻ്റെ ഒരു ഫുൾ പാക്കേജുള്ള വേറൊരു ട്രിപ്പ് ഉണ്ട്. അതൊരു മലയിടുക്കിൻ്റെ ഉള്ളിൽ കൂടി പോകും. അതെനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂറിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനെടുത്തത് ഒരു ചെറിയ ട്രിപ്പാണ്, പോകാനും തിരിച്ചു വരാനുള്ളത്. അങ്ങനെ പോകാനും തിരിച്ചു വരാനുണ്ട് 18 euro. അടുത്ത ഞാൻ ടോയ്ലറ്റ് ഞാൻ കാണിച്ചിട്ടാ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ടോയ്ലറ്റ് നോക്കി ഇതിന് താഴത്തേക്ക് പോകും.
എന്തിട്ടാലും താഴത്തേക്ക് പോകും. വെള്ളമല്ല, വെള്ളം നെഹി, ഓൾഡ് ടെക്നോളജി. ഗൈസ് ഇവിടെ അടുത്ത മലയാളിനെ കണ്ടാ പേരെന്താ? അഖിൽ. സൗണ്ട് നോക്കി. ഇടക്കിടക്ക് വെച്ചിട്ട് ഓരോരോ സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിർത്തിയേക്കാണ്. ഇനി സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ കയറിയിട്ട് ഇനി വണ്ടി പിന്നെ എടുക്കും. പോകണം നോക്കി അതിന് മുകളിൽ കൂടെ പോകണ വരെ കിട്ടും നടന്നു. ഇതേണ്ട ടിക്കറ്റിൽ രാവിലെ 6:50 വണ്ടിയുണ്ട്. അത് പരിങ്ങ റോഡിൽ 10:30 എത്തും. അവിടുന്ന് ഈ ട്രെയിൻ ആൻഡ് ഹോൺ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വരെ ഡോഷൻ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. ഒരു 4 സ്റ്റോപ്പ്, ഒരു 40 മിനിറ്റ് സ്റ്റീം ട്രെയിനിൽ. ഇവിടം വരെ നമുക്കിപ്പോൾ ഫ്രീ ആണ്. ഇവിടെ അല്ല, ട്രെയിൻ ആൻഡ് ഹോൺ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വരെ ഫ്രീ ആണ്. ഓക്കെ. കൽക്കരി വന്ന് വീഴുന്നു. ഈ ട്രെയിനിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പിലില്ലേ അവരെന്തോ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കേട്ടോ. ഇതിനിപ്പോൾ ഓയിൽ കൊണ്ടായിട്ട് അതിനുള്ളിൽ അടിച്ചു കൊടുക്കും. എല്ലാവരും പണിയിലാണ് ഇതിൻ്റെ അത് എഞ്ചിൻ റൂമിൽ ഫുൾ ടൈം. ഉണ്ട് ഇവിടെ നിറച്ച് പറഞ്ഞ ഓയിലാണ്. അതുകൊണ്ട് മൊത്തം കരി അവിടെ കിട്ടുന്നുണ്ട്. ഇതുണ്ട് കൽക്കരിയുടെ സെറ്റപ്പ്. കുറേ പേര് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എഞ്ചിൻ റൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ബൾക്കാണ് സാധനം. ഇതൊക്കെ വരെ പഠിച്ച് വരെ എന്താ ചെയ്യാന്നാവോ. ഓക്കെ. വേറൊരു സാധനം കൂടി ചെയ്യണ്ട. ഇവിടെ എന്തോ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചും കൊടുക്കണ്ട. ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടാ ചോദിച്ചെന്താണെന്നിട്ടത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. വെള്ളം എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവണം കേട്ടോ. ഇത് ഓയിലായിരുന്നു. പോയി ട്രെയിൻ പോയി, എൻ്റെ ട്രെയിൻ പോയി. ഗൈസ് ഇവിടുത്തെ കെട്ടിടങ്ങളുണ്ടാ കണ്ടാ നൈസാണ്. അപ്പാർട്ട്മെൻ്റൊക്കെ പഴയ മോഡൽ കെട്ടിടങ്ങൾ, പല പല കളറുകൾ, മരത്തിൻ്റെ ജനാലകൾ. സാധനം നോക്കി എൻ്റെ മാന ലൂണേ പോയാണ്ട വലിയ സാധനം അടുത്ത് കീറിട്ട് എന്നിട്ടും പോടില്ല. സാറ വന്ന് പോയി. ബൈക്കുകളുടെ ബഹളം. ബൈക്ക് കാണിച്ചിട്ടാ എൻ്റെ മോനെ. ഇതെന്താ ആലോചിച്ച സംഗീതം നോക്കി. ഓ കിണ്ണം കാച്ചി മുതലുള്ളൂ. ഇത് അടുത്തോണ്ട് ഇവിടെ പോന്നിട്ടുണ്ട്. കിട്ടിലും ബൈക്കുകളാണ് എല്ലാവരും. ഈ ബൈക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവരത് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഫ്യൂസ് അടിച്ചു പോയില്ല. ഇന്ന് ഇറന്നിരിക്കണ മൊത്തം ബൈക്കുകളാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ ബൈക്കുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഇങ്ങാടാണ്. ഇവിടെ ബൈക്ക് ഓടിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ സേഫ്റ്റി ഗിയേഴ്സ് ഇടണം. ഇതെന്താ എല്ലാവരും ഗിയേഴ്സ് ഇട്ട് സെറ്റാണ്. ഈ പുള്ളി ബൈക്ക് എടുക്കാൻ പോകണം ഗിയേഴ്സ് ഇട്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കേണ്ട. നല്ല ചൂടുണ്ട്, അത്യാവശ്യം ക്ഷീണിച്ച്. ഈ സാധനം കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര ടോപ്പിലാണ് സാധനം. വാ പോയി കണ്ടിട്ടില്ല. അവിടെ നടന്നു വരുമ്പോൾ ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതെന്താ ഇത് മറ്റേ ആ ടവർ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കിട്ടില്ല വ്യൂ കിട്ടും. പിന്നെ ഇവിടെ സ്ലിപ്പ് ലൈൻ ഉണ്ട്. അവിടെ നേരെ ഉണ്ടാ ആ വള്ളി ഉണ്ടാ ആ സ്ലിപ്പ് ലൈൻ്റെ ആണ്. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. എൻ്റെ പൊന്നോ കിടക്ക നോക്കി അറ്റം വരെ നല്ല ഭംഗി കാണാൻ വേണ്ടി. മച്ചാൻ വരെ നമ്മൾ മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജുമ്പോൾ കൂടെ നടന്നുകൊണ്ടിരിക്കേണ്ട. ഇപ്പോഴത് ആടി തുടങ്ങി. അടിപൊളി. ഇതാണ് മറ്റേ സ്ലിപ്പ് ലൈൻ്റെ ആൾക്കാർ. ഇതിപ്പോൾ പോരുത്ത്. ഓ ഇതിപ്പോൾ സാധനത്തിൻ്റെ മുകളിൽ കൂടി പോകട്ടെ. അവള് പോകാൻ സെറ്റായിട്ടൊക്കെയാണ്. അടിപൊളിയായിരുന്നു. ആഹാ നല്ല എക്സ്പീരിയൻസ് ആണ്ടാ. സ്ലിപ്പ് ലൈൻ പോകുമ്പോൾ ദേവള് രണ്ടുപേരി ദേവോട് കണ്ടോ. ഇതാ തുരുത്തോലത്തെ സ്ഥലം കണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ഷേപ്പില്ലേ, ഇന്ത്യയുടെ ഏറ്റവും അടിഭാഗമില്ലേ, ആ ഒരു ഷേപ്പ് ഉണ്ട് ആ സാധനത്തിന്. ഞാനിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴാണ് സാധനം ശ്രദ്ധിച്ചത്. ഇന്ന് കിട്ടില്ല ക്ലൈമറ്റാണ് ഇവിടെ. അവിടെ രക്ഷപ്പെട്ട് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും നല്ല ഫ്രീ ആയിട്ട് വരാൻ പറ്റി. പിന്നെ വെച്ചമാരെ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ ഇതാണ്ട ഈ ഡാമിൻ്റെ അവിടെ ബട്ടർഫ്ലൈയുടെ ഒരു ഫോട്ടോ ഉണ്ടാ. നൈസല്ലേ. ക്ഷീണിച്ച് മതിയായി. ഇനി നേരെ റൂമിൽ പോയി കിടന്നുറങ്ങണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ കിട്ടുള്ളൂ. അടുത്ത വീട് കാണുന്നവരെ ചൂസ്.